എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, താൻ എത്ര മന്ത്രം ചൊല്ലിയിട്ടും എത്ര പൂജകൾ ചെയ്തിട്ടും ഫലമില്ല എന്ന്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. മന്ത്രങ്ങൾക്ക് ശക്തിയുണ്ടാകണമെങ്കിൽ ആ മന്ത്രം ചൊല്ലുന്ന സാധകൻ ശരീരശുദ്ധി വരുത്തിയിരിക്കണം. പ്രത്യേകിച്ചും തലയുടെ മേൽഭാഗം നന്നായി വൃത്തിയായിരിക്കണം. എല്ലാ മന്ത്രങ്ങളുടെയും നാഥൻ ശ്രീ പരമേശ്വരനാകുന്നു. അദ്ദേഹത്തെ ശ്രീ ഗുരു എന്നും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹം തന്നെയാണ് എല്ലാ മന്ത്രങ്ങളും സിദ്ധി കൊടുക്കുന്നത്. ശരിയായ പ്രാണായാമം വശമാകാത്ത ആൾ എത്ര തന്നെ കഷ്ടപ്പെട്ട് ജപിച്ചാലും തൻ്റെ മന്ത്രത്തിന് സിദ്ധിയോ ചൈതന്യമോ ഉണ്ടാകുന്നതല്ല എന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നു. മന്ത്രത്തിൽ സിദ്ധിയും ജ്ഞാനവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ 6 ശത്രുക്കളെ അറിഞ്ഞിരിക്കണം. അവ ആഗ്രഹം, ദേഷ്യം, ആർത്തി, അസൂയ, അഹംഭാവം, മോഹം എന്നിവയാണ്. അഗ്നിയില്ലെങ്കിൽ ഇരുട്ടായിരിക്കുന്നത് പോലെ മന്ത്രങ്ങൾക്കും സ്വതവേ ഒരു ഉജ്ജ്വലന ശക്തിയുണ്ട്. ഈ ഉജ്ജ്വലനം ഗുരുവിൻ്റെ മുഖത്ത് നിന്ന് മനസ്സിലാക്കി ചെയ്യേണ്ടതാകുന്നു. ഗുരുമുഖത്തു നിന്നും സാധകൻ തീർച്ചയായിട്ടും മന്ത്രങ്ങൾക്ക് പ്രാണശക്തിയെ കൊടുക്കുന്ന രഹസ്യങ്ങളെ തേടേണ്ടതാകുന്നു. പ്രാണനില്ലെങ്കിൽ ശരീരം ശോഷിക്കുന്നത് പോലെ മന്ത്രങ്ങൾക്കും അത് ബാധകമാണ്. ശരിയായ പ്രാണായാമം വശമാകാത്ത ആൾ എത്ര തന്നെ കഷ്ടപ്പെട്ട് ജപിച്ചാലും തൻ്റെ മന്ത്രത്തിന് സിദ്ധിയോ ചൈതന്യമോ ഉണ്ടാകുന്നതല്ല എന്ന് ഗ്രന്ഥങ്ങൾ പറയുന്നു. ഇനി ഗുരുലക്ഷണത്തെ കൂടി പറഞ്ഞുകൊണ്ട് ഇത് ചുരുക്കാം. ജപത്തിലും ധ്യാനത്തിലും എപ്പോഴും ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവനും, മോക്ഷം ആഗ്രഹിക്കുന്നവനും, കുലശാസ്ത്രങ്ങൾ പഠിച്ചവനും, മൃഗങ്ങളുടെ പോലും ശാസ്ത്രങ്ങൾ അറിയുന്നവനും, ലക്ഷണമൊത്തവനുമായ ആളെ വേണം ഗുരുവായി സ്വീകരിക്കാൻ. യഥാർത്ഥത്തിൽ ശ്രീ ഗുരു പരമശിവൻ തന്നെയാണ്. ശുദ്ധദേഹവും മനോഹരനുമായ ലക്ഷണമൊത്തവനുമായ ശ്രീ പരമശിവനെ സാധകൻ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് വേണം മന്ത്രങ്ങൾ തുടങ്ങാൻ. ഒരു ഗുരു എപ്പോഴും എങ്ങനെയായിരിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം സുന്ദരനും എപ്പോഴും കടന്നു ചെല്ലാൻ കഴിയുന്നവനും, കറകളില്ലാത്തവനും, എല്ലാവരെയും സ്വീകരിക്കുന്നവനും, സംഭ്രമമോ സംശയമോ ഇല്ലാത്തവനും, എല്ലാ അറിവുകളും ഉള്ളവനും, ആഗ്രഹത്തെ അറിയുന്നവനും, ബുദ്ധിമാനുമായിരിക്കും. ഇങ്ങനെയുള്ള ഒരു ഗുരുവിനെയാണ് കണ്ടെത്തേണ്ടത്. അറിവ് കൊണ്ട് ജ്വലിക്കുന്നവനും, ജ്ഞാന അജ്ഞാനങ്ങളെ തിരിച്ചറിയുന്നതും, ഊഹാപോഹങ്ങളെ അറിയുന്നവനും യഥാർത്ഥ ഗുരുവിൻ്റെ ലക്ഷണമാകുന്നു. വിഷയങ്ങളെപ്പറ്റി നല്ല അറിവുള്ളവനും, ദേശം, കാലം എന്നിവയെപ്പറ്റി അറിവുള്ളവനും, 3 കാലങ്ങളെക്കുറിച്ച് അറിവുള്ളവനും ആയിരിക്കും ആ ഗുരു. അങ്ങനെയുള്ള ഗുരുക്കന്മാർ വളരെ ദുർലഭമാണെന്ന് വേണം പറയാൻ. ശിക്ഷിക്കുന്നവനും ശിക്ഷണം നൽകുന്നവനും ശാന്തമനസ്സനും എല്ലാ ജീവികളോടും ദയോടുകൂടി പെരുമാറുന്നവനും ആയിരിക്കണം. ഇന്ദ്രിയങ്ങളെ സ്വന്തം അധീനതയിൽ കൊണ്ടുവരുവാൻ കഴിവുള്ളവനായിരിക്കണം മന്ത്രസാധകൻ. മഹാശത്രുക്കളായ അഷ്ടരാഗങ്ങൾ അല്ലെങ്കിൽ അഷ്ടദോഷങ്ങൾ കൃത്യമായി സാധകൻ അറിഞ്ഞിരിക്കണം. ആഗ്രഹം, ദേഷ്യം, ആർത്തി, അസൂയ, അഹംഭാവം, മോഹം ഇവയെ ജയിച്ചവനായിരിക്കണം യഥാർത്ഥത്തിൽ സാധകൻ. ഇങ്ങനെ ഗുരുവിനും ശിഷ്യനും വേണ്ട ധാരാളം ഗുണഗണങ്ങളെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. മന്ത്രദീക്ഷ എടുക്കുന്നവർ പ്രധാനമായിട്ടും തങ്ങളുടെ ശരീരശുദ്ധി നന്നായി വരുത്തിയിരിക്കണം. ശരീരശുദ്ധി വരുത്തുന്നതിനോടൊപ്പം തന്നെ ചൊല്ലാൻ പോകുന്ന മന്ത്രത്തെ ശുദ്ധി വരുത്തിയിരിക്കണം. അതുമാത്രമല്ല, തൻ്റെ നാവിന് മന്ത്രങ്ങളെ കൊണ്ട് ശുദ്ധി ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെയുള്ള ദോഷങ്ങൾ മാറ്റാൻ കഴിയണം. ഇങ്ങനെ നാനാപ്രകാരത്തിൽ മന്ത്രം ശുദ്ധമാക്കിയതിന് ശേഷം ഉരുവിടുകയാണെങ്കിൽ അഥവാ ഉച്ചരിക്കുകയാണെങ്കിൽ സാധകന് വളരെ മനസ്സിന് പ്രസന്നതയും സന്തോഷവും മന്ത്രത്തിൽ വേഗം സിദ്ധി അടയുകയും ചെയ്യുന്നതാണ് എന്ന് ദൈവിക ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മന്ത്രം ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർ ഇതെല്ലാം ശ്രദ്ധിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.